ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത കവിതയുടെ പേരിൽ കോൺഗ്രസ് എംപിക്കെതിരെ രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ സുപ്രീം കോടതി റദ്ദാക്കി. കോൺഗ്രസ് രാജ്യസഭാംഗം ഇമ്രാൻ പ്രതാപ് ഗഡിക്കെതിരെ ഗുജറാത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ് റദ്ദാക്കിയത്. പൗരന്മാരുടെ അവകാശത്തെ ചവിട്ടിമതിക്കരുതെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ധൻസുമോദ് വിശദാംശങ്ങൾ നൽകും. ധൻസുമോദ്, എന്തായിരുന്നു ഈ കേസ്? സുപ്രീം കോടതി എടുത്ത നിലപാട് എന്താണ്? ഗുജറാത്ത് പോലീസ് പ്രധാനമായും 3 വകുപ്പുകൾ ചുമത്തിയാണ് പ്രതാപ് ഖഡി എന്ന രാജ്യസഭാംഗത്തിനെതിരെ കേസെടുത്തിരുന്നത്. ഇതിൽ എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഇമ്രാൻ പ്രതാപ് ഖഡി ഗുജറാത്ത് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും അത് ഹൈക്കോടതി അംഗീകരിച്ചില്ല. ഇതേ തുടർന്നാണ് സുപ്രീം കോടതിയിലെത്തിയത്. സുപ്രീം കോടതി ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിച്ചുള്ള ഒരു വിധി തന്നെയാണ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. കാര്യം അഭിപ്രായ സ്വാതന്ത്ര്യം ചവിട്ടിമെതിക്കുന്ന ഒരു നടപടിയും അംഗീകരിക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇമ്രാൻ പ്രതാപ് ഖഡിക്ക് എതിരായിട്ട് എടുത്ത കേസ് റദ്ദാക്കിയിരിക്കുന്നത്. അത് 2 വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു സ്പർദ്ധയ്ക്ക് കാരണമാകും എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഭാരതീയ ന്യായ സംഹിതയുടെ 196ാമത്തെ വകുപ്പ് പ്രകാരം കേസെടുത്തത്. അഭിപ്രായ സ്വാതന്ത്ര്യം സംരക്ഷിക്കേണ്ടതാണ്, അത് പ്രധാനമായും ഉയർത്തിപ്പിടിക്കേണ്ടതാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഗുജറാത്ത് പോലീസിന് വലിയ തിരിച്ചടി നൽകിക്കൊണ്ടുള്ള ഒരു നടപടി സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ശരി ധൻസുമോദ്.